പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 15-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷത്തിൻ്റെ കേന്ദ്രബിന്ദു ആരാണ്? എന്തിനാണ് സുവിശേഷം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? ഇവയെക്കുറിച്ചുള്ളൊരു വ്യക്തമായ ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവിക ശക്തിയാണ്. അത് മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. വിശുദ്ധ യോഹന്നാൻ 1:1 പറയുന്നുണ്ട്, വചനം ദൈവം തന്നെയാണ് എന്ന്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവം തന്നെയാണെന്ന് സുവിശേഷം വ്യക്തമാക്കുകയാണ്. സുവിശേഷം ദൈവവചനമാണ്. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന സന്ദേശമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. സുവിശേഷത്തിൻ്റെ കേന്ദ്ര ബിന്ദു യേശുക്രിസ്തുവാണ്. സുവിശേഷം പ്രസംഗിക്കുന്നവർ മനുഷ്യരുടെ ആത്മാക്കളെ നാശത്തിൽ നിന്നും രക്ഷിക്കുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 19 മീൻപിടുത്തക്കാരായിരുന്ന പത്രോസിനോടും അന്ത്രയോസിനോടും യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന്. മനുഷ്യരെ പിടിക്കുന്ന ജോലിയാണ് സുവിശേഷവേല. ആത്മാക്കളെ രക്ഷിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവാനാണ് ആഹ്വാനം ചെയ്തത്. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. വിശ്വസിക്കുന്നവനാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹവും അതോടൊപ്പം തന്നെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുവാനുള്ള അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനുള്ള ആ ശക്തിയും ലഭിക്കുന്നത്. ഹെബ്രായർ 13:8 തിരുവചനം പറയുന്നുണ്ട്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് നാടുനീളെ നന്മകൾ ചെയ്തുകൊണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട്, രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് നടന്ന യേശുനാഥൻ ഇന്നും നമ്മുടെ ഇടയിൽ വസിക്കുന്നു. കൂദാശകളിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. യുഗാന്തം വരെ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് യേശുനാഥൻ അരുളി ചെയ്തിട്ടുണ്ട്. ആ യേശുനാഥൻ തിരുവോസ്തിയിൽ സജീവനായി വസിക്കുന്നു. സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവിക ശക്തി ആയിരുന്നിട്ടും ഇന്നും കുറേ പേർ ഹൃദയം കഠിനമാക്കിക്കൊണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയോ സുവിശേഷം അനുസരിക്കുകയോ ചെയ്യുന്നില്ല. എന്താണ് വിശ്വാസം? ഹെബ്രായർ 11:1 പറയുന്നുണ്ട്, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിക്കും? റോമർ 10:17 തിരുവചനം പറയുന്നുണ്ട്, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് എന്ന്. അപ്പോൾ യേശുവിനെ പറ്റി നമുക്ക് കേൾക്കണമെങ്കിൽ, അറിയണമെങ്കിൽ ആരെങ്കിലും യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിനെ മറ്റുള്ളവർ അറിയുന്നതും കേൾക്കുന്നതും വിശ്വസിക്കുന്നതും പലപ്പോഴും യേശുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ്. അപ്പോൾ യേശുവിനെ അറിയുമ്പോഴാണ് യേശുവിൽ വിശ്വസിക്കുന്നത്. അതിനാൽ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ സുന്ദരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനുഷ്യ ആത്മാക്കളെ അനുതാപത്തിലേക്കും അവരെ നാശത്തിൽ നിന്ന് രക്ഷയിലേക്കും നയിക്കുന്ന ആ പ്രവർത്തനമാണ് സുവിശേഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പാദങ്ങൾ എപ്പോഴും സുന്ദരങ്ങളാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.